പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 ഫെബ്രുവരി മാസം 21 വെള്ളിയാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ദൈവകൃപയുടെയും ദിനമായി ഏവരുമായിരിക്കുന്ന ഇടങ്ങളിൽ സർവകൃപാലുവായ ദൈവം കാത്തു പരിപാലിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 20-ാം അധ്യായം 44-ാം വാക്യം. എസെക്കിയേൽ ചാപ്റ്റർ 20 വേഴ്സ് 44 നാം ഇപ്രകാരം വായിക്കുന്നു: ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ ദോഷമായുള്ള വഴികൾക്ക് തക്കവണ്ണമല്ല, നിങ്ങളുടെ വഷളായുള്ള പ്രവൃത്തികൾക്ക് തക്കവണ്ണവുമല്ല എൻ്റെ നാമനിമിത്തം തന്നെ ഞാൻ നിങ്ങളോട് പ്രവർത്തിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട്. ദൈവത്തിൽ നിന്നും പലവിധ കാരണങ്ങളാൽ അകന്നുപോയ ദൈവത്തിൻ്റെ സ്വന്തം ജനം ഓരോ ഘട്ടങ്ങളിലും ഓരോ വേദനകളും പരാജയങ്ങളും പ്രതിസന്ധികളും ദൈവം തന്നെ അയച്ച് അവരെ പാഠം പഠിപ്പിക്കുന്നു. വേദനിക്കുമ്പോൾ അവർ ദൈവത്തോട് നിലവിളിക്കുന്നു. ദൈവം അനുദപിച്ച് അവരെ വിടുവിക്കുന്നു, മടങ്ങി വരുന്നു. അല്പം കഴിയുമ്പോൾ വന്ന വഴി മറന്ന് വീണ്ടും അവർ അന്യ ദൈവങ്ങൾക്ക് ധൂപം കാട്ടിയും സ്വന്തം ഇഷ്ടങ്ങൾക്കും ജീവിതം ദൈവത്തിൽ നിന്നും നഷ്ടപ്പെടുത്തി അന്യപ്പെട്ടു പോകുന്നു. അങ്ങനെയുള്ള ഇസ്രായേൽ ജനത്തെ തന്റെ ദാസനായ യെഹെസ്കേൽ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്: ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ വഴികൾക്ക് തക്കവണ്ണമല്ല, നിങ്ങളുടെ വഷളത്വം അനുസരിച്ചുമല്ല എൻ്റെ നാമനിമിത്തം ഞാൻ നിങ്ങളെ വിടുവിക്കും. ഞാൻ നിങ്ങളോട് കൂടെയിരിക്കും. അപ്പോൾ നിങ്ങൾ അറിയും ഞാൻ ആരാണ് എന്നുള്ളത്. ഈ വാക്യത്തിൽ കൂടെ ഇന്ന് നമുക്ക് ലഭ്യമാകുന്ന യഥാർത്ഥ അർത്ഥം, നമ്മൾ ഓരോരുത്തരും ഇന്ന് അനുഭവിക്കുന്ന നന്മകളും സൗഖ്യങ്ങളും ആരോഗ്യവും സന്തോഷവും എന്തെല്ലാം ഉണ്ടോ അതൊന്നും നമ്മുടെ യാതൊരു ക്വാളിറ്റി കൊണ്ടുമല്ല, നമ്മുടെ യാതൊരു ആത്മീയ ജീവിതം കൊണ്ടും വിശുദ്ധി കൊണ്ടും ശുശ്രൂഷ കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ഒന്നുമല്ല. ദൈവം ദൈവമായിരിക്കുന്നത് കൊണ്ട്, ദൈവം മനുഷ്യന്റെ സ്വഭാവം കാണിക്കാത്തത് കൊണ്ട്, ദൈവം തൻ്റെ പ്രോമിസിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട്, ദൈവത്തിന് തൻ്റെ സൃഷ്ടിയോട് തൻ്റെ ജനത്തോട് കരുണയും ദയയും ഉള്ളത് കൊണ്ട് എൻ്റെ വഴി അനുസരിച്ചല്ല, എൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ അനുസരിച്ചുമല്ല, ദൈവത്തിൻ്റെ നാമം ദൈവം നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് എന്നെയും നിങ്ങളെയും 2025 ഫെബ്രുവരി 21 എല്ലാ നന്മകളും അനുഗ്രഹങ്ങളും നൽകി പ്രവേശിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആരും പുകഴുവാൻ പ്രവൃത്തികളും കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. അതുകൊണ്ട് ഏതെങ്കിലും വിധങ്ങളിൽ പുകഴുന്നവരുണ്ടെങ്കിൽ, അഹങ്കരിക്കുന്നവരുണ്ടെങ്കിൽ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മോടുള്ള ഒരു ചൂണ്ടുപലകയാണ്. ഞാൻ പഠിച്ചു, ഞാൻ ജോലി നേടി, എനിക്ക് ബുദ്ധിയുണ്ട്, എനിക്ക് കഴിവുണ്ട്, എനിക്ക് പ്രാപ്തിയുണ്ട്, ഇനി മുൻപോട്ടും ഞാൻ ഇതിലും നല്ലതായിട്ട് പോകും. പ്രിയമുള്ളവരെ, ഈ ബുദ്ധിയും കഴിവും നമ്മുടെ ഈ വലിയ വാക്ചാതുര്യമൊക്കെ ഒരു പനിക്കില്ല.
ഹോസ്പിറ്റലിന്റെ വാതിക്കലോട്ട് ചെല്ലുമ്പോൾ കൈക്കുഞ്ഞുങ്ങൾ മുതൽ പ്രായമേറിയവർ വരെ നിരാലംബരായി നിസ്സഹായരായി നിൽക്കുന്നുണ്ട്. അവർക്കും വിദ്യാഭ്യാസമുണ്ട്, നല്ല ജോലിയുണ്ട്, കൈനിറയെ പണമുണ്ട്, എന്തും ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ മെഡിക്കൽ സയൻസിന്റെ ബുള്ളറ്റിനിൽ പറയുന്നു, ഞങ്ങളാൽ ആവോളം ചെയ്തു. മനുഷ്യന് പ്രാപ്തമായത് മുഴുവനും മെഷീൻ വഴി ഡോക്ടേഴ്സ്, പാരാമെഡിക്കൽ സ്റ്റാഫ് വഴി അങ്ങനെ. പക്ഷേ ഇതിനൊക്കെ ഫലം തരേണ്ട ഒരാളും കൂടെയുണ്ട്. പലപ്പോഴും നമ്മുടെ ജീവിതം അതെല്ലാം മറന്നാണ്. അതുകൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സകല നന്മകളും അനുഗ്രഹങ്ങളും ആരോഗ്യവും സമ്പത്തും കുഞ്ഞുങ്ങളും ആത്മീയവും ഭൗതികവും സകലതും ദൈവം തൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിൽ നമുക്ക് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവം ആരെ എന്നുള്ളത് നാം തിരിച്ചറിഞ്ഞ് ഓരോ ദിവസവും ജീവിക്കുക. ഇന്ന് നാം കടന്നു പോകുന്ന വേദനകൾ, പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ നമുക്ക് പറയാം, എല്ലാവർക്കും ഉണ്ടല്ലോ, ലോകം മുഴുവൻ പ്രശ്നങ്ങളാണല്ലോ. ആയിക്കോട്ടെ, അവരവരെ തൊടുമ്പോഴേ ആ വേദനയുടെ ഡെൻസിറ്റി എത്രയാണെന്ന് തിരിച്ചറിയുകയുള്ളൂ. ഓർക്കുക, ആ വേദനയിലും കൂടെ ദൈവത്തിന് എന്നോട്, നമ്മോട് ചിലത് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ചോദ്യം ചെയ്യലും വാഗ്വാദങ്ങളും അവസാനിപ്പിച്ചിട്ട് കർത്താവിന് എന്നോട് എന്താണ് പറയാനുള്ളത്? ഇന്ന് ഞാൻ നേരിടുന്ന കുടുംബ വിഷയം, കുഞ്ഞുങ്ങളുടെ വിഷയം, ജോലി വിഷയം, സാമ്പത്തിക വിഷയം, ആരോഗ്യ വിഷയം, നിശ്ചയമായും അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി തിരിച്ചറിയുവാൻ ദൈവസന്നിധിയിൽ താണിരിക്കാം. അങ്ങനെ ദൈവത്തിൽ നിന്നും ആലോചന കേട്ട് ദൈവനാമ മഹത്വത്തിനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ദൈവം ആരെന്ന് നാം അറിയും, നമ്മിൽ കൂടെ നമ്മുടെ കുടുംബാംഗങ്ങൾ അറിയും, നമ്മെ അറിയുന്നവരൊക്കെ തിരിച്ചറിയും. ഇതാ സ്വർഗത്തിലെ ദൈവം ഇന്ന വ്യക്തിയുടെ ജീവിതത്തിൽ വലിയവ ചെയ്തിരിക്കുന്നു. അതിന് നമുക്ക് സ്തോത്രം ചെയ്യുവാനും അനേകരെ ദൈവത്തെങ്കിലേക്ക് ആദായപ്പെടുത്തുവാനും കഴിയും. ആകയാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മുടെ കണ്ണ് തുറപ്പിക്കുകയാണ്. നമ്മുടെ യാതൊരു മെറിറ്റുമല്ല നാം ഇന്ന് ഏത് നിലയിലായിരിക്കുന്നോ അതിൻ്റെ കാരണം, മറിച്ച് ദൈവം തൻ്റെ ദൈവത്വത്തിൽ നിലനിൽക്കുന്നത് കൊണ്ട് തൻ്റെ സൃഷ്ടിയായ നമുക്ക് ദൈവത്തെ വേണ്ടായെങ്കിലും, നാം ദൈവത്തിൽ നിന്നകന്നാലും, നാം ദൈവത്തെ വേണ്ടവണ്ണം ആരാധിക്കാതിരുന്നാലും തനിക്ക് നമ്മെ കളയുവാൻ കഴിയുന്നില്ല. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മെ വിളിക്കാതിരുന്നാലും ബന്ധപ്പെടാതിരുന്നാലും നാം പ്രതീക്ഷിക്കുന്ന വിധത്തിലുള്ള സ്നേഹമോ പരിചരണമോ സ്നേഹപ്രകടനങ്ങളോ തന്നില്ല എങ്കിലും ആസ് എ പേരൻസ് നമ്മൾ അവയെല്ലാം കൊടുത്തുകൊണ്ടിരിക്കും, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും, സൈലന്റ് ആയിട്ട് അവരുടെ ഓരോ ചലനങ്ങളും വീക്ഷിച്ചു കൊണ്ടിരിക്കും. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ഉടയവനും പരിപാലകനും നടത്തിപ്പുകാരനുമായ ദൈവം നമ്മുടെ യാതൊരു മെറിട്ടും നോക്കിയല്ല എന്നെയും നിങ്ങളെയും സ്നേഹിച്ചത്, കരുതുന്നത്, വേണ്ടതെല്ലാം നൽകുന്നത് നമ്മുടെ ഒരു യോഗ്യതയും മുന്നിൽ നിർത്തിയല്ല, തമ്പുരാന്റെ സ്നേഹം ഒന്നു മാത്രമാണ്. അതുകൊണ്ട് ആ നിലയിൽ ദൈവത്തോട് ബന്ധം പുലർത്തി സ്തോത്രത്തോടെ ജീവിപ്പാൻ ഇന്നത്തെ ദിനം വിശുദ്ധ വചനത്തിൽ കൂടെ എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. ആ ആഹ്വാനം ഏറ്റെടുത്ത് പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അതെ, ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കട്ടെ, സകലവും ദൈവത്തിൻ്റെ കരുണയാണ്, ദയയാണ്, കരുതലാണ്. ആ കരുതലിന് നന്ദിയുള്ളവരായി ജീവിപ്പാൻ സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഒരുക്കട്ടെ. അതിനായി നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം.
നിത്യമായ സ്നേഹത്താൽ ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു പുത്തൻ പകലും കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയല്ലോ. ഞങ്ങളുടെ നടപ്പനുസരിച്ചോ പ്രവൃത്തി അനുസരിച്ചോ ജീവിത രീതി അനുസരിച്ചോ അല്ലല്ലോ അവിടുന്ന് ഞങ്ങളെ കരുതുന്നതും സ്നേഹിക്കുന്നതും നൽകുന്നതും. മറിച്ച് അങ്ങയുടെ നാമത്തിനു വേണ്ടി, അങ്ങയുടെ നാമം നിലനിർത്തുന്നതിനു വേണ്ടി അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന ദയയ്ക്കും കരുതലുമായും സ്തോത്രം. ഇവയൊക്കെ ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു ദൈവം ഞങ്ങൾക്ക് മീതെ ജീവിക്കുന്നുവെന്നും ആ ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നു എന്നുള്ള തിരിച്ചറിവോടെ നന്ദി കരേറ്റിക്കൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഈ പ്രഭാതത്തിൽ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കുഞ്ഞുങ്ങളെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. യഥാർത്ഥ ദൈവത്തിൻ്റെ സ്നേഹം ശരിക്കും രുചിച്ചറിഞ്ഞ് അനേകരെ കർത്താവിലേക്ക് ആദായപ്പെടുത്തുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഇന്നത്തെ ദിനം സന്തോഷത്തിൻ്റെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിനമാക്കണം. ദൈവ കൃപകൾ കൊണ്ട് പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം കേട്ടതുപോലെ അനുഭവിക്കുന്നത് മുഴുവനും ദൈവത്തിൻ്റെ ദാനമാണ്. നമ്മുടെ പ്രവൃത്തിയോ ജീവിത രീതിയോ തമ്പുരാൻ കണക്കിട്ടാൽ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതിനൊന്നിനും ഒരു യോഗ്യതയുമില്ല. നമ്മൾ ഈ ഭൂമുഖത്തെ ഉണ്ടാകുവാൻ സാധ്യതയില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനും വാക്കു പറഞ്ഞാൽ മാറാത്തനും തൻ്റെ വാഗ്ദത്തങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവനുമാകിയാൽ ഈ 2025 ഫെബ്രുവരി 21 കാണാനുള്ള ഭാഗ്യം നമുക്കേവർക്കും ഉണ്ടായി. അതെ, അത് ദൈവത്തിൻ്റെ ദാനം മാത്രമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കി സ്തോത്രത്തോടും സ്തുതിയോടും ഇന്നത്തെ ദിനത്തിലേക്ക് പ്രവേശിക്കാം. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളായി കർത്താവ് നമ്മളെ ആക്കുന്ന ഇടത്ത് കൃപയോടെ പരിപാലിക്കട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കോടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.